राम राम भज प्यारे सीताराम सीताराम भज प्यारे सीताराम ईश्वर सबको सन्मति दे भगवन ईश्वर तेरे नाम सबको सन्मति दे भगवन रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम. Thank you, Krishnapriya. ഈ മീറ്റിംഗിന് സ്വാഗതം പറയുന്നതിനായി സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് HODM കേരള സർക്കാരിന്റെ പാർലമെന്ററി അഫയേഴ്സ് മുൻ ഡയറക്ടർ ജനറലും അധ്യാപന വൃത്തിയിൽ 2 പതിറ്റാണ്ടിലേറെ കാലം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ആദരണീയനായ ഡോക്ടർ ബിജു ലക്ഷ്മണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മഹാത്മജിയുടെ 182ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് അസംബ്ലി ചെയ്യുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഗാന്ധി തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസും അതുപോലെ തന്നെ പാമ്പാടി കോളേജും സംയുക്തമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഗാന്ധി ജയന്തി ആഘോഷം, ഗാന്ധി ജയന്തി സെലിബ്രേഷൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ സെലിബ്രേഷൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ ഓഫ് ഗാന്ധി തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു കോഴ്സ് സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കുകയാണ്. ഞാൻ ഇതിന് വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ ഇന്ന് ഇപ്പോൾ കിടക്കുന്നില്ല. എൻ്റെ ഡ്യൂട്ടിയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മഹത് വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആദരണീയായ സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് റജി സക്കറിയയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രോ വൈസ് ചാൻസലർ CT അരവിന്ദകുമാറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് പ്രിയങ്കരനായ അരവിന്ദകുമാർ സാറ്. നമ്മുടെ എല്ലാവരുടെയും മെന്ററും ഗൈഡും ഒക്കെയാണ് അരവിന്ദകുമാർ സാറ്. നമ്മുടെ സർവകലാശാലയുടെ വികസനത്തിന്, ഉന്നമനത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുൻനിര പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് നമ്മുടെ ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. സ്കൂൾ ഓഫ് ഗാന്ധി തോട്ടിൻ്റെ പേരിൽ ഈ 182ാം മഹാത്മജിയുടെ ജന്മവാർഷിക ആഘോഷത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അടുത്തായി നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്യുന്നുള്ളത് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന അഡ്വക്കേറ്റ് റജി സക്കറിയയാണ്. അദ്ദേഹത്തെയും പ്രത്യേകിച്ച് ആമുഖത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നാടിന്, കോട്ടയത്തിന്, അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാലയ്ക്ക് ഒക്കെ തന്നെ വളരെ പ്രിയങ്കരനായ, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് മെമ്പറാണ് അദ്ദേഹം. നമ്മുടെ സർവകലാശാലയുടെ സമുന്നതമായ പുരോഗതിക്ക് വേണ്ടി മുൻനിര പോരാളിയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ എല്ലാ പരിപാടിക്കും വളരെ സജീവമായി പങ്കെടുക്കുന്ന അദ്ദേഹത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിനായിട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിലെ കീനോട്ട് അഡ്രസ് നടത്തുന്നത് പ്രൊഫസർ അനന്തകുമാർ ഗിരിയാണ്. അദ്ദേഹം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസറും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഗാന്ധിയനുമാണ്. കൂടാതെ അദ്ദേഹം ഗാന്ധി മാർഗിന്റെ മാധ്യമ ജേണലിന്റെ ഒക്കേഷണൽ എഡിറ്റർ കൂടിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട്, സർവകലാശാലയുമായിട്ട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അക്കാദമിക്സ് ആണ് പ്രൊഫസർ അനന്തകുമാരി. പ്രൊഫസർ ഗിരി, വെൽക്കം ടു Mahatma Gandhi University and welcome to this program.
അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് സണ്ണി പൈകട, ചെയർമാൻ, ഗാന്ധി കളക്ടറേറ്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്ത് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീ സണ്ണി പൈകട. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ തന്നെ നമ്മുടെ കെ കോളേജ് പാമ്പാടിയിൽ നിന്ന് അദ്ദേഹം പ്രിൻസിപ്പലും അവിടുത്തെ കുട്ടികളും NSS NCC വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കാളിയായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സർവകലാശാലയിലെ അധ്യാപകർ, ജീവനക്കാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ എത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും KSFE ഡയറക്ടറും പാമ്പാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റും KG കോളേജിലെ മുൻ അലൂമിനിയുമായ അഡ്വക്കേറ്റ് റജി സക്കറിയയെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ സാറ്, നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ആദരണീയനായ റെസ്പെക്റ്റഡ് അനന്തകുമാർ ഗിരി സാർ, പാമ്പാടി KG കോളേജ് പ്രിൻസിപ്പൽ ഏറ്റവും ബഹുമാന്യായ ഡോക്ടർ ഷൈല എബ്രഹാം, നമ്മുടെ ഇതിൻ്റെ മുഖ്യ സംഘാടകനായ ഡോക്ടർ CR ഹരിലക്ഷ്മീന്ദ്രകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ ബിജു ലക്ഷ്മണൻ, ഇവിടെ പങ്കെടുക്കുന്ന ഡോക്ടർ MP മത്തായി, ആദരണീയനായ സണ്ണി പൈക്കട, ക്യാപ്റ്റൻ സതീഷ് തോമസ്, ഡോക്ടർ രാജേഷ് മണി, മറ്റ് ബഹുമാന്യരെ, ഞാൻ വളരെ ചുരുക്കത്തിൽ സംസാരിച്ച് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പിറവിയും ഒരു ദിവസം തന്നെയാണ്. ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഓരോ മനുഷ്യൻ്റെയും വികാരമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ആ പേരിലൂടെ നമുക്ക് വന്ന കരുത്ത്. MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് മുഴുവൻ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന, മതേതര പക്ഷത്ത് നിൽക്കുന്ന, മാനവികതയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമധേയത്തിന്റെ പേരിലുള്ള സർവകലാശാലയ്ക്ക് അതിൻ്റെതായ കരുത്തും കർമ്മശേഷിയും സ്വാഭാവികമായും കൈവരും. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഗാന്ധിയൻ ചിന്താധാര ഇവിടെ വളർന്നു വരുന്നത്. വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാണ് ആ ചിന്ത എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. തൻ്റെ ജീവിതം തന്നെ മതേതരത്വത്തിൻ്റെയും വിശ്വമാനവികതയുടെയും അനന്തമായ സാധ്യതകളെ ആവാഹിച്ചു കൊണ്ടുപോയ ആ മഹാ നേതൃത്വത്തിൻ്റെ, നന്മ നിറഞ്ഞ ഭാരതത്തിൻ്റെ കരുത്തുറ്റ ആ മഹാത്മാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം തന്നെയാണ് നമ്മൾ ഈ മഹത്തരമായ ചിന്താധാരയുടെ പ്രകാശനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നത് ഏറെ സന്തോഷകരമാണ്. ഗാന്ധി എന്നതേ ശാന്തി, ശാന്തി ഗീതമേ ഗാന്ധി എന്ന് മധുസൂദനൻ നായരുടെ കവിതയിൽ പറയുമ്പോൾ അത് ആരംഭിക്കുന്നത് തന്നെ ഗാന്ധി അരുതേ പരാശ്രയവും ഇളവും, അങ്ങ് ആരെയും ആശ്രയിക്കുന്നത്, നടക്കാൻ പോലും അങ്ങയുടെ കൈ മറ്റൊരു തോളിൽ ഇടുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, സ്വാശ്രയത്വത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും നന്മ നിറഞ്ഞ വഴികളാണ് അങ്ങ് ഞങ്ങൾക്ക് കാട്ടിത്തന്നത്, വിശ്വമാനവികതയുടെയും മതേതരത്വത്തിന്റെയും എന്നുമെന്നും നെഞ്ചിലേറ്റുന്ന വഴികളാണ് അങ്ങ് നമുക്ക് കാട്ടിത്തന്നത്. ആ മഹത്തരമായ ചിന്താധാര വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാണ്. ഒറ്റമുണ്ടുമെടുത്ത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ എത്തുമ്പോൾ ചർച്ചിലിനെ പോലെയുള്ള ബ്രിട്ടന്റെ അധികാരികൾ പുച്ഛത്തോടുകൂടി അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ ഉടുക്കാൻ കഴിയുന്നത് ഇത് മാത്രമാണ്, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഒരു നാടിന്റെ വിമോചനത്തിന് വേണ്ടി തെല്ലും ജാള്യതയില്ലാതെ പറയുവാൻ കഴിയുന്ന ആ മഹാത്മാവിന്റെ നന്മ നിറഞ്ഞ സന്ദേശം ഞാനടക്കമുള്ള പൊതുപ്രവർത്തകർക്ക് ഇന്ന് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നുവെന്ന്
സ്വയം ചിന്തിക്കേണ്ട വർത്തമാനകാലത്താണ്. മഹാത്മാവിന്റെ ഈ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചിന്താധാര പങ്കുവെക്കുവാനും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഭാരതത്തിന്റെ മഹത്തരമായ മതേതര പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും കഴിയുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ പാമ്പാടി കുര്യാക്കോസ് ഗ്രിഗോറിയോസ് കോളേജും സംയുക്തമായി ചേർന്ന് ഇന്ന് ഈ ഉദ്ഘാടന വേദിക്ക് നേതൃത്വം നൽകുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ അനന്തകുമാർ ഗിരി സാറ് നമ്മുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഗിരി സാറിന് പ്രത്യേകം നന്ദി. പ്രോ വൈസ് ചാൻസലർ അടക്കമുള്ള എല്ലാ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ മഹത് വ്യക്തികളോടും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെയും മഹാത്മാഗാന്ധി ജീവിതവും ദർശനവും എന്ന വാല്യൂ ആഡഡ് കോഴ്സിന്റെയും ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നതിനായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലറും സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സയൻസിലെ അധ്യാപകനും ഇന്റർ യൂണിവേഴ്സിറ്റി ഇൻസ്ട്രമേഷൻ സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ CT അരവിന്ദ് കുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. എത്രയും ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് റജി സക്കറിയ. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ ബിജു, ഡോക്ടർ ബിജു, ഡോക്ടർ ഹരിലക്ഷ്മീന്ദ്രകുമാർ, നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ അനന്തഗിരി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ ഗാന്ധിയൻ സ്റ്റഡീസിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ മഹാത്മാഗാന്ധിയുടെ ജന്മദിന ആശംസകൾ. ഇവിടെ അഡ്വക്കേറ്റ് റജി സക്കറിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഒരു രീതിയിൽ നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം, ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗ്യം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന പേര് തന്നെയാണ്. അത് ലോകത്തെവിടെ പോയാലും നമ്മൾക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു പേരാണ്. ആ പേരുമായാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നത്. ഞാനിത് അലൂമിനി മീറ്റിൽ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. ഏകദേശം ഒരു 25 വർഷത്തിന് മുന്നേ ഞാൻ ജപ്പാനിലെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന കുമമോട്ടോ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ, അവിടുത്തെ കുമമോട്ടോ യൂണിവേഴ്സിറ്റി പോയ സമയത്ത് അവിടുത്തെ ഒരു വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വൈകിട്ടൊരു ഹോട്ടലിൽ പോയി, ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ പ്രൊഫസർ എന്നെ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറെ അവിടെ സാധാരണ ഒരുപാട് ഫോറിനേഴ്സ് വരാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആ മാനേജർ എൻ്റെ പ്രൊഫസർ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, വളരെ കൃത്യമായിട്ട് അറിയാം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അല്ലേ എന്നും കൂടി അദ്ദേഹം ചോദിച്ചു. അപ്പോഴേ ഞാനത് അധികം ഒന്നും തിരുത്താൻ പോയില്ലെങ്കിലും എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് യാതൊന്നും അറിയില്ല, പക്ഷേ മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിയാം എന്നുള്ള. ഞാൻ പറഞ്ഞത് ആ ഒരു ഇൻറ്റീരിയർ സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയുമായിട്ടൊന്നും കാര്യമായ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മാനേജർ ഇത് പറയുന്ന കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്, മഹാത്മാഗാന്ധി എന്നുള്ള പേരിലുള്ള യൂണിവേഴ്സിറ്റി. ഇനി അദ്ദേഹത്തിൻ്റെ ഇതിൽ 2 വാക്ക് എന്നോട് പറയണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് 1-2 കാര്യങ്ങൾ പറയാൻ എന്ന് വിചാരിച്ചത്. ഞാൻ തീർച്ചയായിട്ടും എൻവയോൺമെൻറ്റ് സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം അത് മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും കുറച്ച് പ്രായമുള്ളത് നമ്മുടെ മനുഷ്യർക്ക് മാത്രമാണ്. അതായത് ഭൂമിയുടെ 4.5 ബില്യൺ ഇയേഴ്സിന് മുന്നേ ഭൂമി ഉണ്ടായതിനു ശേഷം
സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു 4.3 ബില്യൺ ഹിസ്റ്ററി ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്നുള്ളത്. പിന്നെ ഭൂമി ഇവോൾവ് ചെയ്ത കാലത്ത് ഒരു വെർട്ടിബ്രേറ്റ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ വന്നിട്ട് ഒരു 500 മില്യൺ വർഷമേ ആയുള്ളൂ. പിന്നെ ഈ ഹോമോ സ്പീഷീസ്, അതിൽ ഹോമോസാപ്പിയനാണ് ഏറ്റവും അവസാനത്തെ വന്നത്. അതിൻ്റെ ഒരു ചരിത്രം വെറും ഒരു 2.5 മില്യൺ ഇയേഴ്സേ ഉള്ളൂ. 2.5 മില്യൺ. അപ്പം അതിലും ഹോമോസാപ്പിയൻസ് വളരെ അടുത്ത് 2-3 ലക്ഷം വർഷം മാത്രമേ നമ്മളുടെ ചരിത്രമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2-3 ലക്ഷം വർഷത്തിനകത്ത് മനുഷ്യൻ ഒരുപാട് ഇവോൾവ് ചെയ്തു, ഒരുപാട് പുരോഗതി ഉണ്ടായി. അപ്പോൾ ഈ പുരോഗതിയുടെ എല്ലാം ബേസിക് കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കംഫർട്ടും പ്രോഫിറ്റും, ഈ 2 കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ ശരിക്കും കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇവോൾവ് ചെയ്തത്. അത് കംഫർട്ടും പ്രോഫിറ്റും എന്നുള്ള ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു ടെർമിനോളജിയായിട്ട് തന്നെ പൂർണ്ണമായിട്ട് ബന്ധിപ്പിക്കേണ്ട, എന്നാലും അതുമായി ഏകദേശമൊക്കെ ഒരു ഡിസ്റ്റന്റ് റിലേഷൻ ഉള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ പുരോഗതിയിലോട്ട് കാര്യങ്ങൾ നയിച്ചത്. അതുപോലെ തന്നെ മനുഷ്യന് പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം മനുഷ്യൻ്റെ ചിന്ത. അപ്പം ഇതിലൂടെ എല്ലാം നമ്മൾ മാറിക്കൊണ്ടിരുന്നു, ഇവോൾവ് ചെയ്തുകൊണ്ടിരുന്നു. ഈ കംഫർട്ടും പ്രോഫിറ്റും എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ട് അല്ലെ പ്രോഫിറ്റ് എന്ന് മനുഷ്യൻ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനർജി യൂസേജ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് മോഡേൺ മാൻ കംഫർട്ടബിൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഇവല്യൂഷനും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചരിത്രാതീത കാലം മുതലുള്ള ആ ഒരു ഒരു ഇവല്യൂഷൻ എടുത്താൽ നമ്മൾ ഏത് സമയത്തും എനർജി യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മോഡേൺ യുഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഒരു വലിയ മാറ്റം നമ്മുടെ ഇവല്യൂഷൻ ചരിത്രത്തിലുണ്ടായത് ഇൻഡസ്ട്രിയൽ പീരീഡാണ്. ആ ഇൻഡസ്ട്രിയൽ പീരീഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ നിൽക്കുമ്പോൾ ഒരു ടെക്നോളജിക്കൽ യുഗത്തിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് നോക്കിയാൽ, എനർജി യൂസേജ് നോക്കിയാൽ, മനുഷ്യൻ്റെ ജീവിത രീതി നോക്കിയാൽ നമ്മൾ ഒരുപാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഓൺലൈനിലാണ് മീറ്റിംഗ് കൂടുന്നത്. അത് തന്നെ ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഓൺലൈനിലൂടെ പഠനങ്ങൾ നടത്താം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ മാറ്റത്തിൽ മനുഷ്യർ കണ്ടത് ഒരുപാട് പ്രശ്നങ്ങളും മനുഷ്യർ കണ്ടു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം, നമ്മുടെ ഡെവലപ്മെൻറ്റുകളെല്ലാം മറ്റൊരു രീതിയിൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ തന്നെ തകർക്കുന്ന രീതിയിലായിട്ട് വന്നു എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയത് സത്യം പറഞ്ഞാൽ 1950 ശേഷമാണ്. ഭൂമിയുടെ ഘടനയിൽ മനുഷ്യർക്ക് തന്നെ മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഭൂമിയുടെ പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങളെ തന്നെ മനുഷ്യർക്ക് മാറ്റം വരുത്താം എന്നുള്ള രീതിയിൽ മനുഷ്യന് മനസ്സിലായത് ശരിക്കും 1950 ശേഷമാണ്. അതിൻ്റെ പ്രധാന കാരണം 1950 ശേഷമുള്ള വലിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങിയത് തന്നെ 50 ശേഷമാണ് പൂർണ്ണമായി മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള രീതി വരികയും 1950 ശേഷമാണ് ശരിക്കും പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര വികസനവും എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ വരികയും ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനും തുടങ്ങിയത്. ആ ലെവലിലോട്ടൊന്നും നമ്മൾ വന്നില്ലെങ്കിൽ പോലും വളരെ ചർച്ചകൾ നമുക്ക് വരികയും ചെയ്തത്. പക്ഷേ 1930-ലുമൊക്കെ സുസ്ഥിര വികസനത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അപ്പോൾ ആ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യർ ശരിക്കും കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം കൂടെ ഇവിടെ പറയാം, ഒരു പക്ഷേ കുട്ടികൾക്കത് പ്രയോജനപ്പെടും. 1960 ശേഷമാണ് റേച്ചൽ കാഴ്സന്റെ ഒരു പുസ്തകം ഇറങ്ങിയത്, പരിസ്ഥിതിയായ DDT കുറിച്ചുള്ള ഒരു പുസ്തകം. എലിക്സെയർ ഓഫ് ഡെത്ത് എന്നാണ് ശരിക്കും, സൈലന്റ് സ്പ്രിംഗ് എന്നാണ് അതിൻ്റെ പേര്. എലിക്സെയർ ഓഫ് ഡെത്ത്, DDTയെ വിശേഷിപ്പിച്ചത്. DDT എന്ന് പറയുന്നത് ഒരു ഘടകം മാത്രം. അപ്പോൾ അങ്ങനെ ഒരു മോളിക്യൂൾ നമ്മൾ വന്നതിന് ശേഷം അത് ശരിക്കും ബാക്ടീരിയയെ നശിപ്പിക്കും, അതുപോലെ തന്നെ മലേറിയ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ 50കളിൽ ഒരുപാട് ഉപയോഗം അതിനുണ്ടാവുകയും 60-ൽ നമ്മൾ ഈ റേച്ചൽ കാഴ്സൺ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിനെ ആദ്യം ആരും അംഗീകരിച്ചില്ലെങ്കിലും 70ഓടുകൂടി ശാസ്ത്രലോകം അത് പ്രൂവ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് DDT ആദ്യമായി ബാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തുള്ള പരിസ്ഥിതി ശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
ഉള്ള വലിയ മാറ്റമാണ് ശരിക്കും 1970 നടന്നത്. ആലോചിക്കണം, 1970 അത് നടന്നത്. അപ്പോഴേ അന്ന് മുതലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പം ഇവിടെ സുസ്ഥിര വികസനം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളൊന്നും ചിന്തിക്കുന്നതിൽ നിന്നും ഒക്കെ വളരെ വളരെ മുന്നേ ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അതിൻ്റെ ഒരു മറ്റ് അത്ഭുതകരമായ പ്രകടനമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അഡ്വക്കേറ്റ് റെജി സക്കറിയ ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാത്മാഗാന്ധിയുടെ വേഷവിധാനം തന്നെ. അവിടെ ഒരുപക്ഷെ അതിന് മറ്റൊരു മീനിങ് ഉണ്ടെങ്കിലും അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്തത് ഒരു വലിയ കൺസെപ്റ്റാണ്. ആ ഒരു കൺസെപ്റ്റും അതുപോലുള്ളൊരു ഫിലോസഫി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ഞാൻ ആ രീതിയിൽ കാണുന്ന ഒരു അത്ഭുത മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അന്നു മുതൽ കണ്ട 20-ലും 30-ലും ഒക്കെ സംസാരിച്ച സുസ്ഥിര വികസനത്തെക്കുറിച്ച് സംസാരിച്ച അതേ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രത്യേകിച്ചും സോഷ്യൽ സയന്റിസ്റ്റുകൾ ഒരുപാട് പറയുന്ന ആന്ത്രോപോസീൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പം യുണൈറ്റഡ് നേഷനും അതുപോലുള്ള ഏജൻസികളെല്ലാം വളരെ വളരെയധികം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ആന്ത്രോപോസീൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ശരിക്കും പ്ലാനറ്ററിയുടെ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുത്തുന്നത് മനുഷ്യൻ തന്നെയാണ്. അപ്പം മനുഷ്യനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവി നമ്മുടെ ഭൂമിയിൽ എന്നുള്ള രീതിയിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ മനുഷ്യന് യാതൊരു കൺട്രോളും ഭൂമിയിലെ പ്രതിഭാസത്തിലില്ല എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ ഇതിനെ എല്ലാം നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവിത രീതി, അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്, സുസ്ഥിര വികസനത്തിന്റെ ഒരു മോഡൽ നമുക്ക് വളരെ നേരത്തെ, നമുക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ വളരെ നേരത്തെ കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് ഇവർ മഹാത്മാഗാന്ധിയുടേത് എന്നുള്ള കാര്യം ഞാനൊന്ന് എടുത്തു പറഞ്ഞു ഉള്ളത് മാത്രം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയാനുള്ളത്, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഭാഗ്യമാണ് ശരിക്കും സ്കൂൾ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റ്, ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ 85-ൽ തന്നെ വളരെ നേരത്തെ തന്നെ തുടങ്ങി എന്നുള്ള കാര്യം. പക്ഷെ അത് മാത്രം പോരാ. എനിക്ക് തോന്നുന്നത്, എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് എനിക്കൊരു പക്ഷേ അഡ്വക്കേറ്റ് റെജി സക്കറിയയും കൂടെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഏറ്റവും അധികം മുന്നോട്ട് പോകാൻ പറ്റിയ 2 ഡിപ്പാർട്ട്മെന്റുകളാണ് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയൻ തോട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റും. പക്ഷേ അത് അത്രത്തോളം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ ഇപ്പോഴുള്ള എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. അപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഈ സമയത്ത് എനിക്ക് അവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഓർമ്മിപ്പിക്കാനുള്ളത്, അറ്റ്ലീസ്റ്റ് 150-ാം ബർത്ത് ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ, മഹാത്മാഗാന്ധിയുടെ ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഈ കൊറോണ മുഖാന്തരം അതൊക്കെ മുടങ്ങിയെങ്കിൽ പോലും ലോകത്ത് മുഴുവൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ ഒരു കാളുണ്ടായിരുന്നു ലോകം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടത്താൻ. പക്ഷേ അന്ന് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടുപോയി. പക്ഷേ ഇനിയെങ്കിലും ഒരു വർഷം ഈ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഗാന്ധിയൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു ലെക്ചർ സീരീസ്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലെക്ചർ സീരീസ്, ഒരു എറുഡൈറ്റ് ലെക്ചർ സീരീസ് എന്നുള്ള രീതിയിൽ ലോകത്ത് തന്നെ മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് പഠന ഗവേഷണം നടത്തുന്ന വലിയ ആൾക്കാരുടെ ഒരു ലെക്ചർ സീരീസ്, ഒരു പക്ഷേ ഒരു മാസത്തിൽ 1 അങ്ങനെ ടോട്ടൽ ഒരു 10-ഓ 12-ഓ ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നടത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതിലൂടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെയും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഇതൊരു റിക്വസ്റ്റായിട്ട് ഡിപ്പാർട്ട്മെന്റ് കാണുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠന ഗവേഷണങ്ങൾ ശക്തമാക്കുക. ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന ഈ കോഴ്സ്, മഹാത്മാഗാന്ധിയുടെ ജീവിത ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോഴ്സും വളരെ നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ ഹരിലക്ഷ്മീന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ നമ്മളൊരു യോഗ ആൻഡ് നാച്ചുറോപ്പതിയുടെ കോഴ്സ് തുടങ്ങാനുള്ള എല്ലാ നടപടികളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധമുള്ള, സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നടപ്പാക്കുന്നുണ്ട്, നടപ്പാക്കിയേ മതിയാവുകയുള്ളൂ. അപ്പം അവസാനം ഇത് ശരിക്കും നമ്മുടെ രാജ്യത്ത് തന്നെ, അല്ലെ ലോകത്ത് തന്നെ ഒരു സിമ്പലായിട്ട് തന്നെ, എന്തുകൊണ്ട് ലോകം മഹാത്മാഗാന്ധിയുടെ ഫിലോസഫിയോ മഹാത്മാഗാന്ധിയുടെ ചരിത്രമോ അല്ലെ സുസ്ഥിര വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ടിലെ ആദ്യത്തെ
പ്രിഫറൻസ് ആയിട്ട് എടുക്കത്തക്ക രീതിയിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഉയർത്തിക്കൊണ്ടുവരികയും കൂടെ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമയും കൂടെയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഇതിന്റെ ഉദ്ഘാടനം നടത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir, for your valuable words. മഹാത്മാഗാന്ധി ജീവിതവും ദർശനവും എന്ന വാല്യൂ ആഡഡ് കോഴ്സ് അവതരിപ്പിക്കുന്നതിനായി ഗാന്ധിയൻ കളക്ടീവ് ചെയർമാൻ ശ്രീ സണ്ണി പഴക്കായെ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാം സർ. ഈ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കുന്ന റജി സക്രിയ സാർ, ഉദ്ഘാടകനായ അരവിന്ദ് കുമാർ സാർ, മുഖ്യ അതിഥി, മറ്റ് പ്രാസംഗികരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു കർഷകനാണ്. എന്നെ പോലുള്ള ഒരാൾക്ക് ഒരു യൂണിവേഴ്സിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സിനെ സംബന്ധിക്കുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള അവസരം തന്നതിലുള്ള നന്ദിയും സന്തോഷവും ഞാൻ ആദ്യം തന്നെ പ്രകടിപ്പിക്കട്ടെ. ഞാനൊരു ഗാന്ധി മാർഗ പ്രവർത്തകനായതുകൊണ്ടാവാം ഗാന്ധിയുടെ ജീവിതവും സന്ദേശവുമായി ബന്ധപ്പെട്ട കോഴ്സിനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ എനിക്ക് അവസരം തന്നത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ 1-2 കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായി ഞാൻ മുതിരുന്നുള്ളൂ. നമ്മൾ പലപ്പോഴും കണ്ടു ശീലിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നടത്താറുള്ള പതിവ് കോഴ്സുകളുടെ സ്വഭാവത്തിൽ മാത്രം മനസ്സിലാക്കപ്പെടാവുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ചും ഗാന്ധിയെ മനസ്സിലാക്കണമെങ്കിൽ, സ്വാംശീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധി കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. ഗാന്ധിയെ ഹൃദയം കൊണ്ട് സ്വാംശീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഹൃദയം കൊണ്ട് സ്വാംശീകരിക്കേണ്ട ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ആ വഴിക്ക് അന്വേഷിക്കുന്നതിനുമൊക്കെ നമ്മുടെ പരമ്പരാഗത കോഴ്സുകളുടെ രീതിശാസ്ത്രം മാത്രം മതിയാവില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഈ ഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ, അക്കാലത്തെ ഗാന്ധിയുടെ സഹപ്രവർത്തകർ തന്നെ ആയിരുന്ന പല ആളുകളും ഗാന്ധിയുടെ പല നിലപാടുകളിലും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ പല തീരുമാനങ്ങളെയും ബുദ്ധിമാന്മാർ എന്ന് അക്കാലത്ത് സമൂഹം കരുതിയിരുന്ന ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി പ്രഖ്യാപിച്ചപ്പോൾ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നവരിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് അതിന്റെ ഫലപ്രാപ്തിയെ സംബന്ധിച്ച് സംശയമുണ്ടായിരുന്നു. അത് ഗാന്ധിയുടെ ഉച്ചക്കൃക്കാണെന്ന് പറഞ്ഞവർ ധാരാളമായിരുന്നു. പക്ഷെ നമുക്കറിയാം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന്. ഈ ഇന്നത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളോ ആളുകളൊരു സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധികളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഇന്ത്യയെ പോലെ വൈവിധ്യമുള്ള വളരെ വിസ്തൃതമായ ഒരു രാജ്യത്തെ സാധാരണ ജനങ്ങളിലേക്ക് തൻ്റെ സന്ദേശവും എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഗാന്ധിയുടെ ഒരു അപാരമായ ശേഷി അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഗാന്ധി എങ്ങനെയോ സൂക്ഷ്മതലത്തിൽ അദ്ദേഹത്തിന്റെ വികാരങ്ങൾ ഇന്ത്യൻ ജനതയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അതൊരിക്കലും ബുദ്ധിയുടേതായ ഒരു ഭൗതികമായ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് അല്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോഴ്സിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായ ക്ലാസ് പുസ്തകങ്ങൾ എന്നുള്ള അതിനപ്പുറത്തുള്ള, അത് വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അതിന്റെ കൂടെ അതോടൊപ്പം മറ്റു ചില ഘടകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു കോഴ്സാണെങ്കിൽ മാത്രമേ ഗാന്ധിയെ ഉൾക്കൊള്ളാൻ ആയിട്ട് ഈ കോഴ്സിലെ ചേരുന്ന ആളുകൾക്ക് കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എനിക്ക് ആ വഴിക്ക് 1-2 നിർദ്ദേശങ്ങളാണ് വെക്കാനുള്ളത്. ഞാൻ ആ കോഴ്സുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഗാന്ധിയുടെ ഒരു ചിന്താഗതിയുടെ വികാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ, ക്ലാസ്സുകൾ വഴി അല്ലെങ്കിൽ പുസ്തകങ്ങൾ വഴി പരിചയപ്പെടുന്ന കൂട്ടത്തിൽ തന്നെ, അന്വേഷിക്കുന്ന കൂട്ടത്തിൽ തന്നെ, കേരളത്തിൽ തന്നെ ഇപ്പോൾ ഗാന്ധിയൻ ദിശയിൽ കേരളത്തെ സമീപകാലത്ത് നടന്നിട്ടുള്ള പല മുന്നേറ്റങ്ങളുമുണ്ട്. ഒരുപക്ഷെ അവിടെ ഗാന്ധിയുടെ പേരും പറഞ്ഞായിരിക്കണമെന്നില്ല, പക്ഷെ അടിസ്ഥാനപരമായി ഗാന്ധിയൻ മൂല്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ ചലനങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഈ കോഴ്സിൽ ചേരുന്ന ആളുകളെ ആ സ്ഥലങ്ങളിൽ എത്തി
അവിടെ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഹൃദയം കൊണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ സഹായിച്ചു. ഉദാഹരണത്തിന് ഇപ്പോൾ പ്ലാച്ചിമട കൊക്കക്കോളയ്ക്കെതിരെ സമരം നടന്ന സമരപ്പന്തൽ ഇപ്പോഴും ഉണ്ട്. ആ സമരപ്പന്തലിൽ പോയിരുന്ന് ആ സമരത്തിന് നേതൃത്വം നൽകിയ വിളയോടി വേണുഗോപാലിന്റെയും അതിൽ വളരെ സജീവമായി പങ്കാളിയായ ആദിവാസി സ്ത്രീകളായ കന്യമ്മയുടെയും പാപ്പാമ്മയുടെയും മുത്തുലക്ഷ്മി അമ്മയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഗാന്ധിയുടെ നോൺ വയലൻസിന്റെ ഒരു പ്രയോഗത്തെ സംബന്ധിച്ച് ഒരു അന്വേഷിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഹൃദയം കൊണ്ട് അതിന്റെ ഒരു മൂല്യം ഏറ്റുവാങ്ങാനായിട്ട് പിന്നെ പഠിതാക്കളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഞാനൊരു ഉദാഹരണം പ്ലാച്ചിമടയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഗാന്ധിയുടെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പം കോട്ടയം ജില്ലയിൽ തന്നെ ഞാൻ എടുത്തു പറഞ്ഞാൽ, ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണെങ്കിലും അവിടെ കൊല്ലപ്പള്ളിക്കടുത്ത് സന്ധ്യ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ 10-30 വർഷം മുന്നേ തുടങ്ങിയ ഒരു ക്ലബ്ബ്, അതിന്ന് പിന്നെ മുന്നോട്ട് പോകുന്ന ആ ഒരു രീതി, അത് എങ്ങനെയാണ് മനുഷ്യന്റെ നിത്യോപയോഗ സാധനങ്ങളുടെ ഉൽപാദന വിപണന രംഗങ്ങളിൽ ഒരു ജനകീയമായ ഒരു രീതിശാസ്ത്രം വികസിപ്പിച്ചെടുത്തത് എന്നതിനെ സംബന്ധിച്ച് അവിടെ പോയിരുന്ന് പഠിക്കാവുന്നതാണ്. അവിടെ പോയിരുന്ന് അന്വേഷിക്കുമ്പോഴാണ് ഗാന്ധിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന, നമ്മൾ പുസ്തകം വായിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നിന്ന് ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ എഫക്റ്റീവായി അതിന്റെ ഒരു മൂല്യം, ആ ഒരു സന്ദേശം പഠിതാക്കൾക്ക് ഗ്രഹിക്കാനാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഈ ഒക്ടോബർ 2-ന് കേരളത്തിൽ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ട് കോർപ്പറേറ്റുകളുടെ വിപണി ബഹിഷ്കരണ കുടുംബ പ്രതിജ്ഞകൾ ഇന്ന് കുറേയേറെ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അത് പൊതുസ്ഥലത്ത് നടക്കുന്നുണ്ട്, കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് എന്താണ്, നമ്മുടെ നിത്യജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും കോർപ്പറേറ്റുകൾ കൈയടക്കുന്നു, ജനാധിപത്യത്തെ കീഴ്പ്പെടുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഗാന്ധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ അപര്യാപ്തമാണ്. അവയൊക്കെ വിശകലനം ചെയ്യാതെയുള്ള ഗാന്ധി അന്വേഷണങ്ങൾക്ക് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. ഗാന്ധി എന്ന് ജനിച്ചു, ഗാന്ധിയെ ആശയ രൂപീകരണത്തിന് ഗാന്ധിയെ സ്വാധീനിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള ആ നിലയിലുള്ള പഠനങ്ങൾ മാത്രം, അതിൽ മാത്രം ഒതുങ്ങുന്ന ഗാന്ധി അന്വേഷണങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. അപ്പൊ ആ ഒരു നിലയ്ക്കുള്ള ഒരു പ്രതികരണം നടക്കുന്ന ഇന്നത്തെ ദിവസം, ഞാനത് പറഞ്ഞു വന്ന മറ്റൊരു കാര്യമാണ്. നമുക്ക് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ നമ്മുടെ വിപണിയിൽ ഒരു ഇതിനകത്ത് ചേരുന്ന ഒരു പഠിതാവിന് അദ്ദേഹത്തിന്റെ സമീപസ്ഥമായ ഒരു ചെറിയ ഒരു ഗ്രാമത്തിലാണെങ്കിലും ഒരു പ്രാദേശികമായ ഒരു വിപണിയിൽ ആ വിപണിയുടെ ട്രെൻഡുകൾ എന്താണ് പുതിയത്, അതിനെക്കുറിച്ച് അയാൾ ആ വിപണിയിൽ ഇറങ്ങി അന്വേഷിക്കണം. അത് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെയാണ് ഗാന്ധിയെ ഇന്നത്തെ നിത്യജീവിതമായി വിളക്കിച്ചേർക്കുന്ന, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സവിശേഷതകളുമായി പശ്ചാത്തലത്തിൽ ഗാന്ധിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത് ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ വെക്കാവുന്ന കാര്യമല്ല. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ രീതിയിൽ നമ്മുടെ ഒരു പതിവ് രീതിയിൽ നിന്ന് അല്പം വിട്ട്, അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട്, അത് ഒഴിവാക്കി എന്നുള്ള അർത്ഥത്തില്ല ഞാൻ പറഞ്ഞത്, അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്തു വരുന്ന കോഴ്സിനെ ഗാന്ധിയോട് അടുപ്പിക്കാം, അതിൽ ചേരുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഗാന്ധിയെ എങ്ങനെ സന്നിവേശിപ്പിക്കാം, അതിനെ എത്രമാത്രം നമുക്ക് കാലികമാക്കാം എന്നുള്ള നിലയിലുള്ള കൂടിയാലോചനകൾ, അത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വിദഗ്ധന്മാർക്ക് പുറമെ സാധാരണക്കാരായ ഈ ആശയത്തെ താല്പര്യപൂർവ്വം വളരെ തുറന്ന മനസ്സോടെ നോക്കിക്കാണുന്ന, സമൂഹത്തിൽ ഇടപെടുന്ന ആളുകളുടെ കൂടി ഒരു പങ്കാളിത്തത്തോടെ ആ ഒരു കോഴ്സിന്റെ അവസാന രൂപം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാവണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞാൻ ഈ സന്ദർഭത്തിൽ വെക്കുകയാണ്. ആ ഒരു നിലയ്ക്ക് ആവാം ഒരുപക്ഷെ എന്നെ ഈ കാര്യത്തിൽ അഭിപ്രായ പ്രകടനത്തിന് വേണ്ടി ക്ഷണിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ശരി, ആ നിലയ്ക്കുള്ള ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു വർക്ക്ഷോപ്പ് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ അതിൽ വളരെ സജീവമായി താല്പര്യപൂർവ്വം പങ്കെടുക്കാമെന്നും, ഫീൽഡിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഈ കോഴ്സിന്റെ ഭാഗമായി ഇറങ്ങിച്ചെല്ലാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖാമുഖം നിൽക്കാനുള്ള ആളുകളുമായി, ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ ബന്ധപ്പെടാനുള്ള ആളുകളെ ബന്ധപ്പെടുത്തുന്ന കാര്യത്തിൽ, അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഒക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒക്കെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവുമെന്നും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ജനകീയ സഹകരണത്തോടെ, ഒരു ആക്ടിവിസ്റ്റുകളുടെ സഹകരണത്തോടെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോഴ്സായി, ആദ്യത്തെ കോഴ്സായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തട്ടെ. അതും ഗാന്ധിയുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റി, ഗാന്ധിയുടെ പേരിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഗാന്ധിയുടെ പേരിൽ ഒരു കോഴ്സ് നടത്തുമ്പോൾ എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കൂടുതൽ നീട്ടി ഞാൻ വർത്തമാനം പറയുന്നത് ഈ സന്ദർഭത്തിൽ ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് അവസരം തന്നതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി KG കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈല എബ്രഹാം മിസ്സിനെ ക്ഷണിക്കുന്നു. ശൈല ടീച്ചറെ ഒരു മിനിറ്റ്. സാർ പറഞ്ഞു സാറേ. അരവിന്ദ്കുമാർ സാറ്, റജി സാറ് ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സണ്ണി സാറ് പറഞ്ഞ കാര്യം, കാരണം ഞങ്ങൾ ഇതിനെപ്പറ്റി കുറെ ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിൽ വരികയും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു ഓറിയന്റേഷനിൽ നമുക്കൊരു വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അരവിന്ദ്കുമാർ സാറും റജി സാറും കൂടെ അതിൽ പങ്കെടുക്കുകയും അതിനെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ട സഹകരണം കൂടെ ഒന്ന് ഉണ്ടാവണമെന്ന് മാത്രം ഈ ഇടയ്ക്ക് ഞാൻ പറയുന്നു. താങ്ക് യു. തീർച്ചയായും ഉണ്ടാവും. സാറേ തുടങ്ങാവോ സാറേ? ഈ പരിപാടിയെ നേതൃസ്ഥാനത്ത് നയിക്കുന്ന ആദരണീയ വ്യക്തിത്വം, ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റജി സക്കറിയ സാർ ഉദ്ഘാടനം നടത്തി നമ്മെ ധന്യനാക്കിയ സാന്നിധ്യം ഓണറബിൾ പ്രോ വൈസ് ചാൻസലർ ആരാധ്യനായ അരവിന്ദ്കുമാർ സാർ, മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ അനന്തകുമാർ സാർ, ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ബിജു ലക്ഷ്മൺ സാർ, കോഴ്സ് പരിചയപ്പെടുത്തി തന്ന ശ്രീ സണ്ണി പൈകട സാർ, സംഘാടക നേതൃത്വം എന്ന് പറയാവുന്ന ഞങ്ങളുടെ സ്വന്തം ഗ്രിഗോറിയൻ ഡോക്ടർ ഹരിലക്ഷ്മി ഇന്ദ്രകുമാർ സാർ, ഈ പരിപാടിയെ സാർത്ഥകമാക്കുന്ന പങ്കാളിത്തം നൽകുന്ന ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിത്വം അതിന്റെ മഹത്വത്തിന്റെ കണക്കെടുപ്പിൽ എപ്പോഴും നിയാമകമാകാറുള്ളത് ആ ഒരു സംസ്കൃതി, അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുള്ള ആ സംസ്കൃതി അനന്തര കാലഘട്ടത്തിൽ എങ്ങനെ പരിഗണനീയമാകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വർത്തമാന കാലഘട്ടം ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കുന്നത് ഗാന്ധിയുടെ ആദർശങ്ങൾ തന്നെയാണ് എന്ന് പറയാതെ വയ്യ. അതായത് ഈ കാലഘട്ടത്തിലാണ്, നമ്മുടെ ഇടയിലാണ് അദ്ദേഹം മഹാത്മാവാകുന്നത്. സത്യം, സ്നേഹം, അഹിംസ എന്ന ത്രിതലങ്ങളിലൂടെ മനുഷ്യന്റെ വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും ഒക്കെയായ എല്ലാ തലങ്ങളെയും ശുദ്ധീകരിക്കാനും സന്തോഷകരമാക്കാനും കഴിയുന്ന ഒരു ചിന്താ പദ്ധതിയുടെ പേരിലാണ് ഗാന്ധിയെ നമ്മൾ ആദരിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു ആത്മീയതയാണ്, അദ്ദേഹത്തിൻ്റെതായ ഒരു ആത്മീയതയാണ്. പക്ഷേ ഈ ആത്മീയതയ്ക്കകത്ത് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമ്മുടെ സാമ്പത്തിക ദുസ്ഥിതിക്ക് പരിഹാരമുണ്ട്. അതിൻ്റെ പേരുകളോ അതിൻ്റെ വിശദീകരണങ്ങളോ ഞാൻ നൽകുന്നില്ല. എങ്കിലും നമ്മുടെ അധികാരത്തിൻ്റെ ആ ഒരു ദുഷിപ്പിന് പരിഹാരമുണ്ട്. നമ്മുടെ ആഗോളീകരണത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. നമ്മുടെ വർണ്ണ വിവേചനങ്ങൾക്കും നമ്മുടെ ജാതി വിവേചനങ്ങൾക്കും ഒക്കെ പരിഹാരമുണ്ട്. നമ്മുടെ വികലമായ പ്രകൃതി ബോധത്തിന് ഒരു ശുദ്ധീകരണമുണ്ട്. നമ്മുടെ ശാസ്ത്രബോധത്തിന് ശുദ്ധീകരണമുണ്ട്. ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഒരു ആത്മീയ തലം കൊണ്ട്, അത് ഗാന്ധിസം എന്നതിനെ വിളിക്കാൻ എനിക്കിഷ്ടമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ്. ആ ജീവിതം കൊണ്ട് നമുക്ക് കാട്ടിത്തന്ന ആ ഒരു തലം എത്രമാത്രം പ്രസക്തമാണ് എന്നതുകൊണ്ടാണ് പണ്ട് ഗാന്ധിയെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് എഴുതിയ എഴുത്തുകാർ പോലും ഈ ഒരു ഘട്ടത്തിൽ, വിദേശീയർക്ക് പോലും അദ്ദേഹത്തെ അനുകരിക്കാമെങ്കിൽ നമ്മുടെ വികസനത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പുനർനിർവചിച്ചുകൂടാ എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വർത്തമാനകാലത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന സ്ഥിതിയിൽ ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരാതെ വയ്യ എന്നുള്ളിടത്താണ് ഈ ഒരു വാരാഘോഷവും ഈ ഒരു കോഴ്സിന്റെ ഉദ്ഘാടനവും പ്രസക്തമാകുന്നത് എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ പറയാൻ ഒരുപാട് ബഹുമാന്യമായ വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ ആധികാരികമായ വ്യക്തിത്വങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഒരു കോഴ്സിന്റെ പ്രായോഗികതയിലും ഈ ഒരു ആഘോഷത്തിലും നമ്മുടെ യൂണിവേഴ്സിറ്റിയും നമ്മുടെ ചുറ്റുപാടും വളരെ ധന്യമാകുന്നു എന്നുള്ള ചിന്ത KG കോളേജിനുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ
ആശംസകൾ അർപ്പിക്കുകയാണ്. ഇത് വളരെ സാർത്ഥകമാണ് എന്ന ചിന്തയിൽ ഞങ്ങളെ ഈ ഒരു പരിപാടിയിൽ സഹകരിപ്പിച്ച് യൂണിവേഴ്സിറ്റിയോടും ഈ ഡിപ്പാർട്ട്മെന്റിനോടുമുള്ള സ്നേഹം നിറഞ്ഞ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Miss. Professor Anandakumar Giri, Faculty, Madras Institute of Development Studies, Chennai. He has marked his identity in different platforms. He was awarded Best Citizen Award, Delhi in 2012, Bharat Jyoti Award, and many more. With due respect and happiness, I welcome Professor Anandakumar Sir to have the keynote address with enlightening words. Thank you so much, dear sister Tinu and Sugamana. So it is a joy to greet you all on this day of Gandhi, and this is also the birthday of Mahatma Gandhi University. The Center for Gandhian Studies and Development Thought is one of the pioneering departments of the university. So as we walk and meditate with Gandhi, the immortal Gandhi, not only the physical and historical Gandhi, so we also take a new pledge to be worthy of the goals of Mahatma Gandhi University and Center for Gandhian Studies and Development Thought, and this learning program that we are initiating today. And that is so significant because Gandhi tells us that our only vocation is to be a lifelong learner. And Gandhi also tells us that we are always invited to learn and learn with everyone, not only from everyone. Gandhi's way is a way of knowing together with, and it is not only knowing about. That way, Gandhi initiates a profound transformation in our practice of knowing, from making an object of knowledge as an object to know together as subject and subject, as participatory being. So it is so significant that we are working and meditating with Gandhi with this initiation of a learning activity, this coursework that we are initiating for a week here. So again, it is a joy to be part of this conversation, nurtured by our dear friend Dr. Harilakshmi Indra Kumar, Dr. Biju, Professor Ilyas, Reverend respected Mr. Zakaria, and Arvind Kumar, Pro Vice Chancellor, Dr. Arvind Kumar, Saila Abrahamji, and all friends. I also remember Father K.M. George, Professor John Mulakatu, and all friends associated with this beautiful and creative center. The theme of my sharing this morning is Truth, God, Justice, and Gandhi. It also has a subtitle, Cultivating Freedom and Responsibility. Cultivating freedom and responsibility as non-domination, and the culling of ahimsa and satyagraha. I would like to share the PPT. Let me try by Can you see it? Can you see my PPT? Yes, sir. Yes, sir. Okay, lovely. It's fine. So it is called Truth, God, Justice, and Gandhi, Cultivating Freedom and Responsibility as Non-Domination, and the Calling of Ahimsa and Satyagraha. We begin this dialogue with this thought from Gandhi
where he writes, the word Satya is derived from Sat, which means being. Nothing is or exists in reality except truth. That is why Sat or truth is perhaps the most important name of God. In fact, it is more correct to say that truth is God than to say God is truth. But it's a very important challenge that Gandhi is making us to realize, from good as God as truth to truth as God. Okay? That is very important. And he goes on to say, and where there is truth, there is also knowledge which is true. Where there is no truth, there can be no true knowledge. That is why the word Chit or knowledge is associated with the name of God. And where there is true knowledge, there is always bliss, Ananda. So therefore, when Gandhi is saying truth is God, and in a very deep way relating to Indic tradition, he is relating to Sachidananda. And this Satchit Ananda is the existence. This is our reality. And Satchit Ananda, our reality, is always animated or constituted of Sachidananda. Satchit Ananda. Now, today, this Sachidananda, that our reality is Satchit and Ananda, it always invites us to move from violence to non-violence. Because violence arises when there is disjunction between the elements, or when either we are not aware of that our existence is Sachidananda, or varieties of false consciousness, including structures of society, like class domination in society. Land, the modern Kerala was born with land struggle, dignity of land to all. And that is where the communist movement played a very important role. Therefore, violence arises when there is structural violence in society, or there is cognitive violence in society. If we think that some people are born low and some are higher, as in certain aspects of traditional society, whether it is in Kerala or Odisha, and Sri Narayana Guru, for example, he challenged us to realize that everybody is an Atman, and that is how Narayana Guru played such an important role in social transformation, in transforming the society from violence to non-violence. And Gandhi had met with Sri Narayana Guru, as Rabindranath Tagore also had met with Sri Narayana Guru. So today also is not only the birthday of Gandhi, but this is also the birthday of Lal Bahadur Shastri. Let us remember him, and how Shastri also followed in a very beautiful Gandhian way a life of simplicity and honesty. And today is also the International Day of Non-Violence. And where does violence occur? Violence occurs with violence of communication. And it is in this context, Jürgen Habermas, a contemporary philosopher and a deep thinker, tells us communication is always ambiguous and always an expression of latent violence. But when this description of violence is ontologized, when one sees nothing but violence in it, one misses the essential point, namely that critical power to put a stop to violence without reproducing it in new forms can only dwell in the telos of mutual understanding and our orientation to this goal. So what Habermas is saying, that we can only overcome violence by communicating with each other. And this tells us our goal is a goal of mutual understanding. As it is said, that there is no way to peace, but peace is the way. Similarly, there is no way to communication except communicating with each other. And when we are communicating with each other, it is not only intersubjective communication like you and me,
like Dr. Arvind Kumar, who spoke so beautifully about the contemporary challenge of the Anthropocene. Now, in this Anthropocene, when human beings are thinking, it is human intervention that has created this Anthropocene era where we are destroying nature. But when we communicate, therefore, communication is not only between human beings, but also between trees and human beings. See, Dr. Kumar referred to Rachel Carson's silent spring. Now, when the spring has become silent, can the silent spring sing again? So, therefore, singing together, not only among human beings, but also singing together with trees, with rivers, with the sky, and also with birds and dogs, elephants. So that is the telos of mutual understanding. And this telos of mutual understanding is a symphony of life. As Tagore would say, Jagate Ananda Jagye Amar Niman. Tagore says, to this festival of Ananda, again part of Satchit Ananda, we are invited. So moving on, this idea that truth is God is very important, and Gandhi here challenges us to realize that realizing truth calls for us to realize non-violence and ahimsa in our daily lives. For Gandhi, without ahimsa, it is not possible to seek and find truth. Gandhi tells us that one can realize truth and ahimsa only by ceaseless striving. So sadhana, everyday striving, every moment, one step at a time and a million steps at a time. Gandhi continues, the path of truth is as narrow as it is straight. Even so is that of ahimsa. It is like balancing oneself on the edge of a sword. By concentration, an acrobat can walk on a rope, but the concentration required to tread the path of truth and ahimsa is far greater. But while this is very difficult, but we are not helpless, as in this difficult journey, prayer, faith in God, faith in nature, blessings of nature, and faith with each other can help us. For Gandhi, ahimsa and truth are related. Ahimsa is the means, truth is the end. For Gandhi, means to be means must always be within our reach, and so ahimsa is our supreme duty. If we take care of the means, we are bound to reach the end sooner or later. When once we have grasped this point, final victory is beyond question. Whatever difficulties we encounter, whatever apparent reverses we sustain, we may not give up the quest for truth, which alone is being God Himself. Again, Gandhi is saying, quest for truth is also being God. Then realizing truth as God calls for us to lead a life of justice. And now I link truth and God and ahimsa to realization of justice. And Gandhi is saying nothing can be grander than to ask God to make us act justly towards everything that lives. Acting justly towards everything that lives is a call to us to act justly to all, irrespective of all no distinction. For example, acting justly not only to self, but also to the other, not only to members of our own family, but to the human family, and to both animate and inanimate objects in the universe. For example, acting justly to our rivers, to our trees, to our monkeys, and also to our immigrants. You know, the nation state, now I link it to the whole contemporary challenge of justice. Now, we know that the Rawlsian theory of justice, John Rawls, a theory of justice, where justice is mainly confined to the nation state. Now we are celebrating the 50 years of Rawlsian theory of justice.
But acting justly means that justice is not confined to nation state, such as citizens of nation state. Therefore, our brothers and sisters who are fleeing from Myanmar, the Rohingya refugees, and you know how difficult it has been, and with the change of government, with the union government, now the Rohingya refugees, they are facing a lot of problems. Now with Taliban in Afghanistan, now many brothers and sisters of Afghanistan are fleeing Afghanistan. So how do we realize that each of the vulnerable people, not only human beings, but also vulnerable species, that how do we create a condition for settlement of them, for their respect and habilitation? So that is also an act of justice. And it is in this context, justice is not confined to nation state. Amartya Sen, he invites us to go beyond Rawlsian conception of international justice as laws among people, and he challenges us to realize global justice, which involves person-to-person relations, not only inter-societal relations. And Sen challenges us, justice across borders must not be seen merely as international justice. A feminist activist in America who wants to help, say, remedy some features of female disadvantage in Africa or Asia, draws on a sense of identity that goes well beyond the sympathies of one nation for the predicament of another. So justice here also becomes part of transnational justice, and I would come back to it a little later. Justice here also includes justice for, as I mentioned, not only human beings but also non-human beings. And today there is a very important discourse about it. For example, Martha Nussbaum, the thoughtful political theorist, in her work Frontiers of Justice, she tells us that how justice must involve cross-species dignity. That means other species also dignity. In the same way, Donna Haraway, another creative and critical thinker of our times, she talks about the whole way that we can meet different species together. Now, when we meet different species, we as human beings, we have assumed dominance over other species. So, as Gandhi is saying that we have to act justly to other beings, it means that we would have to overcome our human dominance, our anthropocentric dominance, when as species we are living with other species. Donna Haraway has a book called When Species Meet. So when species meet, as human beings we meet, we just do not have to be violent towards each other. We cannot just be aggressive. Even if we have differences, we would have to listen to each other. Similarly, when species meet, we also have to overcome our arrogance and dominance. So justice includes both social justice and justice with nature. In our time, the latter confronts us squarely as climate justice. As you know, the recent Intergovernmental Panel on Climate Change report of the UN released on August 9, 2021 tells us that our planet is the hottest in the last 125,000 years. This is giving rise to temperature rise and many natural calamities such as flood, forest fire, and extreme weather. So it is in this context of climate collapse, Gandhi tells us that how do we act justly. Here the Gandhian talisman that Gandhi urges us to always look up to the poorest of the poor by making our decisions. So when we are deciding about climate change, it is not just carbon trading, but what is the issues of social and economic justice. You know, in the Paris deliberations in 2012, not enough attention was paid to the issues of social and economic justice. I hope the COP 20 in Glasgow, the next dialogue that is happening,
I hope that would redress some of these. So today we would have to look up to the poorest of the poor. For example, our brothers and sisters in Bangladesh or Maldives who are going to be underwater, many cities in India. Now, the poorest of the poor, they have not caused this climate change. So we would have to look up to their face. It is in this context that our current condition, which is called Anthropocene, where human impact on Earth impacts upon the geology of the Earth, there is an epochal need to move from human dominance to living justly with all beings in nature and our planet. Living justly. And then relate to Gandhi's idea of realizing God is to live justly with all beings. As Dipesh Chakrabarty tells us in his recent important work, The Climate of History in a Planetary Age, here Gandhi is an exemplar. And dear friends, we can here make a distinction between ideologue and exemplar. The noted political thinker K. Raghavendra Rao initially made a distinction between ideologue and exemplar, and I have included in a book I edited in 2001, and where Professor Rao is saying that we can be an ideologue, but an ideologue does not necessarily live that life of ideas. But to be an exemplar is to live a life which can be an example to oneself as well as others. So Gandhi shows us an example of how to live justly with other beings. Gandhi also shows how we can walk lightly and with light with our Mother Earth, becoming her worthy children and custodians. Dear friends, here I am using two senses of the light. Walking lightly with our earth means not too heavily, not consuming too much, so that we burden our Mother Earth, but walking lightly, so that we live with light, not with darkness. Here we can relate also to three gunas in Indian thought, Sattva, Raja and Tama. Now, to live lightly and with light is to overcome darkness. If we eat too heavily, as you know, the description of food in Bhagavad Gita, what is tamasika food? Our dear friend Dr. Harindra Kumar, he is also a teacher and practitioner of naturopathy. Now, to live lightly means to live with the rhythm of nature. Whatever food we need to take, if we take it too much, it becomes tamasic. Food becomes a poison. Similarly, power. We need an element of power. But if we become power aggressive, if we do not speak to each other, can you imagine, again, we have prime ministers who are elected by people and they spend 5 years in office and another 2 years in office and not one single press conference. What is this? That means we are not human beings. You go on speaking yourself, your man ki baat, but you do not listen to others. Therefore, press conference is a dialogical moment. It is not only press conference, it is the human conference. You know? Again, to come back to this main point is that how do we live in a way that we respect each other, we listen to each other. And it is in that spirit, in his book Carbon Yoga, Silas Rao invites us to understand the distinction between caterpillars and butterflies, the former swallowing up everything into themselves, while the latter coming out of the caterpillars and spreading pollination of new possibilities from one flower to the other. Our climate collapse is being caused by the caterpillars. The caterpillar dimension of ourselves, and here Gandhi helps us to realize and awaken the butterfly dimensions of ourself and society and be butterflies. So dear friends, on this Gandhi Jayanti, let us sing the song of a butterfly. As you know that, the great American singer Joan Baez, that she has this beautiful song that, who has stolen my songs? Who has stolen my songs? So can we sing again? Similarly, can we sing again as a butterfly
and not only swallow and swallow as caterpillars with our greed for power and dominance. Now, justice, as Gandhi tells us, that we would have to love justly, live justly. What is justice? Is justice only a political act? No. It is also an act and imagination of love. Deep thinkers of our time, such as the great philosopher Paul Ricoeur, as well as Fred Dallmayr. Fred Dallmayr is an inspiring thinker of our times. And I wish to mention that October 18, this morning I got an email from Professor Fred Dallmayr, who has written so deeply about Gandhi. He has a very, very deep essay called Gandhi's Truth. He wrote to me that October 18 is his 93rd birthday. So Fred Dallmayr, building on Paul Ricoeur, challenges us to realize the integral link between love and justice. And this also resonates with the spirit of Gandhi. Dallmayr is a creative servant of humanity who has deeply worked and meditated with Gandhi, including Gandhi's Truth, where truth calls upon us to embody love, justice, and truthfulness in our lives, society, and the world. With Gandhi, we act justly with our actions and intentions of love. Love is part of non-violence and ahimsa. To act justly to all beings, we need to embody love and ahimsa. We need to embody non-violence and ahimsa in our myriad relations, personal, interpersonal, and institutional. We also need to practice non-injury or ahimsa in our thinking. Just outward non-violence is not enough if it is not accompanied by inner ahimsa and and our inner ahimsa, cognitive ahimsa, epistemic ahimsa, ontological ahimsa, and relational ahimsa. Violence is not only part of our thinking, but also our modes of knowing and being, what are called epistemology and ontology. Much of modernist ways of knowing and being are saturated with violence, such as modernist science, with its violent methods of vivisection, and modernist ontology, which is fused with an ontology of mastery and domination over others, including nature. Gandhi here helps us to realize ahimsa in our epistemology and ontology, which resonates with our non-violent ways of knowing and being, as cultivated by contemporary seekers such as R. Sundara Rajan, who in his book Beyond the Crisis of European Sciences Towards New Beginnings tells us not only to know of, but to know with. Gianni Vattimo from Italy, who urges us to practice weak ontology, not strong ontology. And Sabelo J. Dolu Gatseni from Africa, from South Africa, who urges us to practice onto-decolonial turn in our thinking and practice. Therefore, ahimsa is not just that we are not violent in relations, but many more, including an ahimsa way of thinking. And that means we would have to overcome colonialism in our thinking. Gandhi urges us to challenge and transfer still entrenched colonial violence in our epistemology, ontology, and apparatus of justice. Gandhi has a participatory view and realization of God. God or divine is not just out there or inside. We think of and relate to God in order to be God-like and divine. Therefore, Gandhi tells us the meaning of divinity is that I want to invoke that divinity within me. And ahimsa is a way of being divine. As Gandhi tells us, we become God-like to the extent we realize non-violence. In the same spirit, we can also realize that we become God-like to the extent that we become just. We are just. Being just means to share and not to be bound by possession. Ahimsa calls for non-possession or aparigraha, and renunciation calls for ahimsa. Gandhi tells us perfect
renunciation is impossible without perfect observation of ahimsa in every step, in every form. And for realizing ahimsa, we need to realize God within and around. For Gandhi, non-violence is an active force of the highest order. It is sole force or power of Godhead within us. And Gandhi says that here Gandhi likens non-violence to radium in its action. And he's saying that as there is a little radium which works, similarly, a little true non-violence acts in a silent, subtle, unseen way, leavens the whole of society. And Gandhi tells us realization of truth, justice, ahimsa, and God calls for humility. And humility then becomes the mother of courage and gentle, indomitable spirit and strength. For Gandhi, he wants to practice truth, knows how hard it is. The whole world may applaud his so-called triumphs. Little does the world know his failures, his faults, and he is nothing. Gandhi is saying that he is nothing if he does not daily grow in humility as he grows in love. Similarly, in our striving for justice, we realize how impossible it is to be just, as philosopher Jacques Derrida tells us, among others. But our impossibility is not our fate. We overcome this by taking steps towards justice, humble and steadfast, which then become sources of a new awakening, strength, and transformation. With this engagement with truth, love, justice, and Gandhi, I want to quickly invite us to two other themes, that is freedom and responsibility. And I'm grateful to you for our working together. I'll take maybe another 10 minutes or so just to hint a few issues about freedom and responsibility, which is so important today as well as in Gandhi. As you know, in Gandhi, the idea of Swaraj, when we relate to freedom, that Swaraj is not just autonomous individual, but also Swaraj as autonomy is linked to the autonomy of others, therefore blossoming as and co-realization. So we would have to realize Swaraj as blossoming, mutual blossoming. Freedom, when we talk about freedom, we are acquainted with negative freedom and positive freedom, moral, political, and spiritual freedom. Development as freedom, as Amartya Sen says. But development is also responsibility. Freedom and responsibility also involves both action and meditation, and they are meditative verbs of co-realization. Linking to Gandhi, we need to realize freedom and responsibility as ahimsa and satyagraha. Because in the name of freedom, we are committing a lot of violence upon self and the other. Here, we also can invite the discourse of social freedom given by Axel Honneth, a very important thinker of our time, that how social freedom is very important, and he, building on Hegel, is saying that in Hegelian parlance, the rational is in the process of becoming actual in modern history. But owing to misdevelopments and social pathologies, there is still ample room for social criticism. Now, please remember, along with development, there is misdevelopment or maldevelopment. Therefore, Gandhian critique of modern civilization as satanic in Hind Swaraj, it points to the pathology of modern civilization. So similarly, today, when freedom has become possessive individualism, so when with freedom we are not linking self and society, so it is a question of social pathology that we would have to overcome. And here Axel Honneth talks about negative freedom, reflective freedom, and social freedom. To this we come to responsibility. Now freedom
must be part of responsibility. As you know, Gandhi, when he was asked about human rights, he says that I do not know much because my illiterate mother told me about duty. So duty and responsibility are not the same thing. Duty can be a little bit more paternalistic and patriarchal, but still we need to move from duty to responsibility, which includes rights and justice. But responsibility and justice, it requires not only political act, and it not only requires institutional epistemic procedures in policy and politics, but also work of faith and leap of faith. In this sense, Søren Kierkegaard, the great philosopher and human being, talks about it. And in the way we see this manifest in societies and history, such as in the works of Gandhi and Martin Luther King Jr., justice and responsibility here become, in a Kierkegaardian sense, concerns of truth and not only concerns of fact, for which one becomes prepared to live and die. As we know, Martin Luther King was also a student of theology. And when I was visiting Copenhagen many years ago, I found an American scholar who was trying to establish the link between Søren Kierkegaard and Martin Luther King Jr. Now, responsibility also involves listening. Responsibility involves not only discursive argumentation. Now we are talking about public sphere, Habermas, but Habermas is public sphere, we are mainly speaking. But are we learning how to listen? Now, responsibility calls for listening to unheard voices and those who cannot speak. It also involves listening to our higher self within oneself and others, and to what Gandhi called the small voice within. Responsibility calls for development of our capacity to listen and not only competence to argue. In fact, it is Professor Fred Dallmayr, in his critique of Habermas, he makes this point, that in Habermas, there is this argumentative competence. Now, this argumentative competence must be part of the whole practice of listening. In many projects of justice, such as restorative justice, listening is emphasized. When I was visiting New Zealand in 2015, I met Professor Chris Wallace in Wellington, and he told me about his project of restorative justice. And in restorative justice, listening is very important. Listening develops our capacity to be attentive to others. In developing our capacity to listen, we become apostolic in our thoughts and actions, as Pope Francis would tell us, and responsibility calls for such apostolic acts and thoughts of listening. And it is in that spirit I have a poem, I'm just paraphrasing, that apostle of fear, but where are the apostles of ears? So today we are all becoming apostles of fear, but when we listen, we become apostles of ears. And then I move on, that I also come to this whole challenge of non-domination very quickly, that how freedom and responsibility are pathways of overcoming domination. And what is domination? Domination and disrespect go together. You know that the whole paraya, the low caste, the women, the way they have been treated in a disrespectful manner. 150 years ago, the low caste women in Kerala and South Travancore, they were not allowed to wear their upper garments. And in protest, one woman, she cut off her breast and she died from that bleeding. So we have to remember these histories of disrespect and domination as we are working and meditating with Gandhi. It is in this context, Axel Honneth again, in his book Disrespect, he tells us that any society which has disrespect is pathological. And therefore, from pathology, we would have to move to a paradigm of social normality. And how do we do that? And by creating culturally independent conditions that allow a society's members to experience undisturbed self-realization.
The question then becomes crucial whether it is a communitarian form of ethical life, a distance-creating public sphere, non-alienated labor, or a mimetic interaction with nature that enables individual to lead a well-lived life. And living a well-lived life is to live a life of respect, dignity, duty, and dialogue. And all these are elements in Gandhian vision and practice. Overcoming domination is part of building a creative society. Professor Manoranjan Mahanti, a creative social and political thinker of our times, in his theory, in his vision of creative society, he writes, creative society embodies a methodology of viewing society in terms of liberation from multiple dominations, class, caste, race, ethnicity, and gender, and many more yet to be discovered sources of domination. And it points at processes already active or yet to be articulated, seeking to reconstitute society. Such an understanding of creative society as overcoming domination can be linked to contemporary formulations of just society as a society of non-domination, as suggested by thinkers such as Rainer Forst, who is a student of Jürgen Habermas, and currently a preeminent critical theorist in Frankfurt, and Philip Pettit, an important American philosopher of transnational justice. For Rainer Forst, transnational justice is non-domination. And what is non-domination here is that Forst is saying that to be non-dominated is not only that we do not, we are just obeying laws, but we must play a part in making of law. And I am quoting Forst here. The dignity of a free person can never be understood merely in terms of the enjoyment of freedom or of certain liberty. It is always a matter of freedom of giving laws to oneself, the freedom of normative self-determination. This is a kind of freedom that comes in two modes, one moral and one political, but its modus operandi is the same, despite the difference between these two modes. The laws that constitute this practice and the laws that are generated through it do not only protect freedom, they also express freedom. And I want to suggest here that here, Forst is building on Kant, and Rousseau, but Gandhi's spirit also the same. Swaraj is not only we are obeying law, but we are makers of law. And now we can relate this to ahimsa and satyagraha, because non-domination is part of ahimsa and it is also part of satyagraha. And now I would come to the very last moment here, that here I would conclude with a poem that in this journey with Gandhi there, Gandhi was walking most of the time. And as you know, that when he was working in Noakhali, and the story goes that he was walking and it was a very difficult work, and a dog was with Gandhi, and a dog brought Gandhi to a place where many people were killed. And that story also can remind us, because if Gandhi was a traveler with truth, and in fact Ramachandra Guha, I began this conversation with Gandhi, and to conclude with truth again, and with this example of the dog bringing Gandhi to the truth of the killing field. Similarly, you know Mahabharata, and the last stage when all these Pandavas, they are walking. I have gone to this place in, in Uttarakhand, near Badrinath, where, you go to a place and where there is the hidden river Saraswati. And from there, the Pandavas had gone to the sky, the heaven. I have gone a little bit. And the stories goes, then well, most of the Pandavas and the Draupadi also fell down, and Yudhishthira didn't look back. But one that was accompanying Yudhishthira was the dog. Please bring these two things together.
In Noakhali, the dog is accompanying Gandhi, and the dog also is accompanying Yudhishthira in this very difficult train. And then when he comes to the very last moment, and then the gods are saying, Yudhishthira, you cannot take the dog with you. Then Yudhishthira is saying, okay, I may not go to heaven, but I would not leave the dog. Again, remember our climate crisis today. If Gandhi was there, he would not go to heaven without the dog. And look at the etymological thing, G-O-D, you just make it a little different, dog, D-O-G. But we worship God, but we throw stones at God. What is this? This is not justice, this is not divinity. So therefore, let us walk with our land in such a way that even the land would remember us. So therefore, my offering, this poetic offering, and how poetry is very important for realizing truth. Poetry, as Plato would say, that poetry does not really create mirrors against the truth, but poetry also has the possibility to envision truth. In fact, the whole Kerala Renaissance, Kerala modernity, with Narayana Guru and others, some of these poets, Kumar Hassan, the purple of literature, they did a satyagraha in literature to be able to help us truth. What is truth? The truth of disrespect and domination in society, so that we can have enlightenment. So the poem, would the land remember you? Would the land remember you? Would the land sing to you? You sing with the land sings with you, and much more, touches the inner and cosmic core. Walking and meditating with the land, healing the degraded and polluted land, the land becomes alive. The silent spring becomes singing, a new dance of culture and agriculture, an evolutionary cultivation of soul, soil, and cosmos. So on this day with Gandhi, on his birthday, which also is a birthday of all of us, let us think of, let us prepare ourselves for an evolutionary cultivation of soul, soil, and cosmos, and cultivate freedom and responsibility in many creative and critical ways. Thank you for your kind attention. Thank you, Giri, Professor Giri, for your nice and scholarly presentation. താങ്ക് യു സർ. ഈ മീറ്റിംഗിന് നന്ദി അർപ്പിക്കുന്നതിനായി ഗാന്ധി ജയന്തി വാരാഘോഷ കോർഡിനേറ്ററും KG കോളേജ് കുടുംബാംഗവുമായ ഡോക്ടർ CR ഹരിലക്ഷ്മി കുമാർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യായ യോഗാധ്യക്ഷൻ രജീഷ് സക്കറിയ സാർ, നമ്മുടെ യോഗവും അതുപോലെ തന്നെ കോഴ്സും ഇനാഗുറേറ്റ് ചെയ്ത അരവിന്ദ് കുമാർ സാർ, the keynote address on the respected Anandakumar Giri sir, Vijay sir, Shaila teacher, Vivin sir, my colleagues, and all who gathered here. നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്തെന്നാൽ മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കുന്നതിനപ്പുറം ഗാന്ധി ചിന്തകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സാധാരണക്കാരനെ ഉദ്ദേശിച്ചത് സർവകലാശാല പോലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാഭ്യസിക്കുവാൻ സാഹചര്യമൊക്കാത്തവർക്കോ അല്ലെങ്കിൽ സാധ്യമാകാത്തവർക്കോ വേണ്ടി കൂടി നമ്മൾ ഗാന്ധിജിയുടെ ആശയങ്ങൾ എത്തിക്കുന്നതിന് ഒരു ഉദ്യമം എടുക്കുകയും അത് നിവർത്തിക്കുവാൻ തുടക്കം കുറിക്കുകയും ചെയ്ത ദിവസം കൂടിയാണെന്ന്. അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട ദിവസമാകുന്നത്. അതിന് നമ്മളോട് കൂടി സഹകരിച്ച KG കോളേജ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അപ്പാടെയുണ്ട്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വളരെ നല്ല പിന്തുണയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്, മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ഒക്കെ ഒരുപാട് അവസരങ്ങൾ മുമ്പിലോട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കണമെന്നും അത് ആ ഹൈറ്റ്സിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി അദ്ദേഹം മാതൃകയാക്കുന്ന ഗാന്ധിജിയെ അദ്ദേഹം ഇവിടെ അനുസ്മരിച്ചു. നമ്മുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ച റജി സാറിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു.
നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ അരവിന്ദ് കുമാർ സാറാണ്. അരവിന്ദ് കുമാർ സാർ എൻവയോൺമെന്റ് വകുപ്പ് അധ്യാപകൻ എന്നതിനുപരി നമ്മുടെ പ്രോ വൈസ് ചാൻസലർ കൂടിയാണ്. സർവകലാശാല ഒരു ടോക്ക് സീരീസ് ബിജു സാർ, നമ്മുടെ ബഹുമാന്യനായ HOD ബിജു സാറുണ്ട്, നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു ഒരു ടോക്ക് സീരീസിന്റെ കാര്യം. നമ്മൾ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തതും കൂടിയാണ്. ചില കോളേജുകളിലൊക്കെ നമ്മളത് ആരംഭിച്ചിരുന്നു, പക്ഷേ ഈ ഒരു പ്രതികൂല കാലാവസ്ഥ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പം നമുക്കത് ഏറ്റെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അതിന് ഒരു സർവകലാശാലയുടെ പിന്തുണ കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത അരവിന്ദ് കുമാർ സാറിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഇന്ന് ഏറ്റവും വി ആർ എൻറിച്ച്ഡ് വിത്ത് Gandhian seminal ideas. Dr. Anandakumar Giri, I am extending my sincere gratitude to him. Anandakumar Giri sir, സാറിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് ആശംസകൾ അറിയിച്ച ശൈല ടീച്ചറുണ്ട്, എൻ്റെ ബഹുമാനപ്പെട്ട കോളേജിൻ്റെ പ്രിൻസിപ്പാൾ, ഇപ്പോഴത്തെ ടീച്ചറിനൊന്നും അറിയിക്കുന്നു. അതിനുപരി ഞാൻ മറ്റൊരു കാര്യം കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. സണ്ണി സാറ് പറഞ്ഞ, അദ്ദേഹം അത് എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കേണ്ട അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് പ്രചരിപ്പിക്കേണ്ട ഉള്ള ഒരാളല്ല മഹാത്മാഗാന്ധി. ഹൃദയം കൊണ്ടുകൂടി നമ്മൾ അദ്ദേഹത്തെ അറിയണം, അംഗീകരിക്കണം, പ്രചരിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ നല്ലൊരു ആശയമാണിത്. നമ്മുടെ ഗാന്ധിയൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ നേരത്തെ നമുക്ക് ഫീൽഡ് വർക്ക് ഒരു കമ്പോണന്റ് ആയിരുന്നപ്പോൾ, എസെൻഷ്യൽ കമ്പോണന്റ് ആയിരുന്നപ്പോൾ, നമ്മുടെ സിലബസ് റിവിഷൻ അത് മാറിപ്പോയതാണ്, ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ സന്ധ്യ ഡെവലപ്മെന്റ്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സന്ധ്യ ഡെവലപ്മെന്റ് സൊസൈറ്റി, വിസിബ് എന്ന് പറയുന്ന എല്ലാ ഗ്രാമങ്ങളിലും സെന്റേഴ്സ് ഉള്ള അല്ലെങ്കിൽ അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന വിസിബ് എന്ന സെന്റർ സന്ധ്യ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ്. അവിടെ നമ്മുടെ എല്ലാ ബാച്ചിലും മിക്കവാറും സെക്കൻഡ് സെമസ്റ്ററിലായിരിക്കും അവിടെ കൊണ്ടുപോവുക. ഗാന്ധിയൻ സ്റ്റഡീസുകാർക്കും ഡെവലപ്മെന്റ് സ്റ്റഡീസുകാർക്കും നമുക്കൊരു നല്ലൊരു ഇൻസൈറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് അവിടെ. നമുക്കത് എനിക്ക് നേരിട്ട് പരിചയമുള്ളത് കൂടിയാണ്. അതുപോലെയുള്ള ഗാന്ധിയൻ പ്രവർത്തനങ്ങളെ ഇപ്പോൾ ഗാന്ധിജിയുടെ പേര് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ കൂടി അല്ലെങ്കിൽ സംഭവങ്ങളെ കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കോഴ്സ്, അതൊരു വർക്ക്ഷോപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേതൃത്വം കൊടുത്തത് നടക്കുമെന്ന് വിചാരിക്കുന്നു. സണ്ണിസാറിനുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ പെട്ടെന്ന് നിർത്തുകയാണ്, അടുത്തൊരു പരിപാടികളുണ്ട്. അപ്പോൾ ഈ യോഗം എന്ന് പറഞ്ഞാൽ ഗാന്ധി ജയന്തി വാരാഘോഷമാണ്. ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന തുടർന്ന് വരുന്ന നമ്മുടെ പരിപാടികൾ നാളെ വൈകുന്നേരമാണ്. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ മുൻ പ്രൊഫസർ ആൻഡ് ഡയറക്ടറായിരുന്ന മത്തായി സാറാണ് നാളെ നമുക്ക് ക്ലാസ് തരുന്നത്. നാളെ വൈകുന്നേരം 6 മണിക്ക്. അതിന് പിറ്റേ ദിവസം തിങ്കളാഴ്ച നമ്മളോട് സംവദിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും വിശാഖപട്ടണം ഗീതം സർവകലാശാലയിലെ അധ്യാപികയുമായ ഡോക്ടർ ശശികലയാണ്. പിന്നീട് വരുന്ന ദിവസം നമ്മളോട് സംവദിക്കുന്നത് നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായിരുന്ന AB ജോസഫ് സാറാണ്. അദ്ദേഹം എടുത്തിരിക്കുന്ന വിഷയം വളരെ റെലവെന്റ് ആയിട്ടുള്ള മൈക്ക് മ്യൂട്ടായി പോയി. നമ്മൾ വീണ്ടും ഗാന്ധിജിയെ പരാമർശിക്കുന്നു പല ഘട്ടങ്ങളിൽ, പല അവസരങ്ങളിൽ, ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഗാന്ധിജിയെ പരാമർശിക്കുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗാന്ധിജി പറഞ്ഞു വെച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം. അതിലൊരു മോഡേൺ സിവിലൈസേഷന്റെ എല്ലാ ക്രിട്ടിക്കും അതിലടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്നുകൂടി റീറീഡ് ചെയ്യുക, അതാണ് ജോസഫ് സാറിന്റെ വിഷയം. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ചൊവ്വാഴ്ച സർവകലാശാലയിൽ വരിക, നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ തുടർന്ന് നമുക്ക് ഫാദർ KM ജോർജ് ആണ് ഗാന്ധിജിയുടെ ജീവിത വീക്ഷണത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത്. റവറൻഡ് ഡോക്ടർ KM ജോർജിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അക്കാദമിക് മേഖലയിൽ. തുടർന്ന് നമ്മുടെ മുൻ അധ്യാപകനായ ജോസഫ് മാത്യു സാറിൻ്റെ ക്ലാസ് ഉണ്ട്. പിന്നെ ഗാന്ധിയൻ ചിന്തകനായ ഒരു പ്രത്യേക എഴുത്തുകാരനും ആകാശവാണിയിലൂടെ നമുക്ക് പരിചയനായ KP ശങ്കരൻ സാറിൻ്റെ പ്രഭാഷണം. അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ രീതിയിൽ ഗാന്ധിജി ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നമ്മളോട് സംവദിക്കുന്നത്.
അപ്പോൾ അതിന് തുടർന്നുള്ള എല്ലാ പരിപാടിയിലെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോട് സഹകരിച്ച KG കോളേജിന് അധ്യാപകരോടും കുട്ടികളോടുമുള്ള നന്ദിയോടെ അറിയിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലെ എൻ്റെ സഹപ്രവർത്തകർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു എന്ന ഗാന്ധിയൻ ചിന്തയുമായി നമുക്ക് അവസാനിപ്പിക്കാം. ഏവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. സാറേ, അല്ല സാർ നന്നായിട്ട് കാര്യങ്ങള് റെഡിയാക്കി കേട്ടോ. അത് നല്ല ഏതാണ്ട് 85 പേര് ഉണ്ടായിരുന്നു. 90 ക്രോസ് ചെയ്തു. സാർ ഇറങ്ങരുത്, എല്ലാരും ഇറങ്ങി കഴിഞ്ഞ് നമുക്കൊന്ന് സംസാരിക്കാണ്ട്. സാർ ഇറങ്ങരുത്, ബാക്കിയുള്ളവരൊക്കെ പോട്ടെ. വിപിൻ സാർ ഉണ്ടോ അവിടെ? വിപിൻ സാറേ, നമുക്ക് ഹലോ സാർ ഇതൊന്ന് ഇത് കട്ട് ചെയ്യരുതേ. ഒരു 5 മിനിറ്റ് കൂടെ കുട്ടികൾ പൊക്കോട്ടെ, കുഴപ്പമില്ല. 5 മിനിറ്റ്. ഹരി സാറേ, ഞാനുണ്ട്. കണ്ടു നിങ്ങള് പ്രവർത്തനത്തിലാണല്ലേ, ആക്റ്റീവ് ആവുകയാണ്. പാമ്പാടി പോലീസ് സ്റ്റേഷനകത്ത് നിൽക്കുക. ബിജി സാറേ, നമ്മുടെ ഒരു സാറ് ഞാൻ അറ്റൻഡൻസിന്റെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കുട്ടികള് കൃത്യമായ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെന്നുള്ള. ഹരി സാറേ, ഒരു സെക്കൻഡ്. ഡയാന റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. സോറി ഡയാന, റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ. Yes sir, I'm stopping.